ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന LDC കൊല്ലം എക്സാമിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കൊല്ലം ജില്ലയുടെ LDC എക്സാമിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒത്തിരി പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്ലാസ് ആണ് ഇത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഗാസയിൽ നടന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാലിദ്വീപ് ആയിരുന്നു കേട്ടോ. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലിദ്വീപാണ്. പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. സൂചന ഏതൊക്കെ നമുക്കൊന്ന് നോക്കാം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി. ഈ വ്യക്തിത്വം ആരാണെന്നാണ് PSC ചോദിച്ചത്. ശരിയായ ഉത്തരം ആരാ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും ലഭിച്ചു കാണും. ഓപ്ഷൻ ഡി, VP മേനോൻ ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തിത്വം ആരാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ സൂചനകൾ എന്തൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസ ഗവർണറായി ചുമതലയേറ്റ വ്യക്തിത്വം. സർദാർ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തി. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി. ആരാ അദ്ദേഹം? VP മേനോനാണ്. ഇനി നമുക്ക് ഓപ്ഷനിലൂടെ ഒന്ന് നോക്കാം ബാക്കിയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. അതുപോലെ തന്നെ VP മേനോനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. VP മേനോൻ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന വ്യക്തിത്വം VP മേനോൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് VP മേനോനാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തിത്വം VP മേനോനാണ്. 1952 ഒഡീഷയുടെ ഗവർണറായി സ്ഥാനമേറ്റ വ്യക്തിത്വം VP മേനോനാണ്. 1952 ഒഡീഷയുടെ ഗവർണറായി സ്ഥാനമേറ്റ വ്യക്തിത്വം VP മേനോനാണ്. നാട്ടുരാജ്യ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലുമായി കൈകോർത്ത മലയാളിയാരെന്ന് ചോദിച്ചാൽ VP മേനോനാണ്. നാട്ടുരാജ്യ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലുമായി കൈകോർത്ത മലയാളിയാരെന്ന് ചോദിച്ചാൽ അത് VP മേനോനാണ്. പഠിക്കുക. VP മേനോന്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഓൾറെഡി ഇപ്പൊ PSC ചോദിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റൊരു പുസ്തകം കൂടെ ഉണ്ട്, ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. പഠിച്ചോളനെ, ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, VP മേനോനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന മലയാളി. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തിത്വം. 1952 ഒഡീഷയുടെ ഗവർണറായി സ്ഥാനമേറ്റ വ്യക്തി. നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി കൈകോർത്ത മലയാളി. VP മേനോന്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങൾ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റും പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് VV ഗിരി. ആരാണ്? VV ഗിരി. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് VV ഗിരിയാണ്. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ വ്യക്തിത്വമാണ് VV ഗിരി. കോടതിയിൽ ഹാജരാകേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് VV ഗിരി. കോടതിയിൽ ഹാജരാകേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് VV ഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിത്വം VV ഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് VV ഗിരിയാണ്. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി VV ഗിരിയാണ്. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് VV ഗിരിയാണ്. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി VV ഗിരിയാണ്. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി VV ഗിരിയാണ്. റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിത്വമാരാണ്? VV ഗിരിയാണ്. റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിത്വമാരാണ്? VV ഗിരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തി VV ഗിരി. കോടതിയിൽ ഹാജരാകേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് VV ഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് VV ഗിരിയാണ്. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തിത്വം VV ഗിരി. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി VV ഗിരിയാണ്. റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിത്വം VV ഗിരിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ചേറ്റൂർ ശങ്കരൻ നായർ, അല്ലെങ്കിൽ C ശങ്കരൻ നായർ, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. INC യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഏക മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേറ്റൂർ ശങ്കരൻ നായർ ആണ്.
INC-യുടെ പ്രസിഡന്റ് ആകുക. ഏക മലയാളി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ INC പ്രസിഡന്റ് ആയ സമ്മേളനം ചോദിച്ചാൽ 1897 അമരാവതി സമ്മേളനം. പഠിച്ചോളെ, ചേറ്റൂർ ശങ്കരൻ നായർ INC-യുടെ പ്രസിഡന്റ് ആയ സമ്മേളനം ചോദിച്ചാൽ 1897 അമരാവതി സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയും സർ പദവി വേണ്ടെന്ന് വെക്കുകയും ചെയ്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. പഠിച്ചോളെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയും സർ പദവി വേണ്ടെന്ന് വെക്കുകയും ചെയ്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ പ്രശസ്തമായ പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും, അല്ലെങ്കിൽ ഗാന്ധി ആൻഡ് ദ അനാർക്കി എന്ന് പറയുന്ന പുസ്തകം, അല്ലെങ്കിൽ ഗാന്ധിജിയും അതുപോലെ അരാജകത്വവും, ഗാന്ധിജിയും അരാജകത്വവും പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. INC-യുടെ പ്രസിഡന്റായ ഏക മലയാളി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി എന്നൊക്കെ അറിയപ്പെടുന്നത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായ സമ്മേളനം 1897 അമരാവതി സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയും സർ പദവി വേണ്ടെന്ന് വെക്കുകയും ചെയ്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ പ്രശസ്തമായ പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് സർദാർ KM പണിക്കർ. ആരാ? സർദാർ KM പണിക്കർ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കുവാനുള്ള സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കർ. ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങളെ വിഭജിക്കുവാനുള്ള സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷന്റെ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി സർദാർ KM പണിക്കർ. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിത്വം സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിത്വം ആരാണ്? സർദാർ KM പണിക്കരാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർദാർ KM പണിക്കരുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച 4 പുസ്തകങ്ങളുണ്ട്. ഈ 4 പുസ്തകങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ പുസ്തകം കേരള സിംഹം ആരെ പറ്റി എഴുതിയത്? പഴശ്ശിരാജയെ കുറിച്ച് സർദാർ KM പണിക്കർ എഴുതിയതാണ് കേരള സിംഹം എന്നുള്ള പുസ്തകം. അതുപോലെ ധൂമകേതുവിന്റെ ഉദയം, ആരുടെ ഉദയമാ? ധൂമകേതുവിന്റെ ഉദയം, കേരള ചരിത്രം, 2 ചൈനയിൽ. ഈ 4 പുസ്തകങ്ങളും സർദാർ KM പണിക്കരുമായി ബന്ധപ്പെട്ട് പഠിച്ചോളണേ, പണി കിട്ടൂല്ലെങ്കിൽ എക്സാമിന്. അപ്പോൾ ഓർത്തോളുക, സർദാർ KM പണിക്കരുടെ 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാ? കേരള സിംഹം, ധൂമകേതുവിന്റെ ഉദയം, കേരള ചരിത്രം, 2 ചൈനയിൽ. അത് തന്നെ പഠിച്ചോളുക, 2 ചൈനയിൽ. ഒന്നുകൂടി പറയാം, സർദാർ KM പണിക്കരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കുവാനുള്ള സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി സർദാർ KM പണിക്കർ. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി എന്നറിയപ്പെടുന്നത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിത്വമാരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരുടെ 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കേരള സിംഹം, ധൂമകേതുവിന്റെ ഉദയം, കേരള ചരിത്രം, 2 ചൈനകൾ പഠിക്കുക. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. താഴെ പറയുന്ന സ്ഥലങ്ങളിലെ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബ്രസൽസ് ആണ് കേട്ടോ. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ് ആണ്. അപ്പൊ നമുക്ക് നാറ്റോയെ കുറിച്ചൊന്ന് പഠിക്കാം. നാറ്റോയുടെ പൂർണ്ണ രൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. നാറ്റോയുടെ പൂർണ്ണ രൂപം എന്താ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോ രൂപീകൃതമായ വർഷം 1949 ഏപ്രിൽ 4-ാം തീയതി. പഠിച്ചോളുക, നാറ്റോ രൂപീകൃതമായ വർഷം 1949 ഏപ്രിൽ മാസം 4-ാം തീയതി. നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ ചോദിച്ചാൽ അത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. പഠിച്ചോളണേ, നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാ? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. നാറ്റോയിൽ അംഗമായിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം 32 ആണ്. പഠിക്കുക, കറണ്ട് അഫേഴ്സ് ആണ്. നാറ്റോയിലെ അംഗമായിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം എത്രയാ? 32 ആണ്. നാറ്റോയിൽ 2024 അംഗത്വം നേടിയ രാജ്യം സ്വീഡൻ ആണ്. ഇതിപ്പോ പ്രീവിയസ് ആയി ചോദിച്ചു കഴിഞ്ഞു. നാറ്റോയില് 2024 അംഗത്വം നേടിയ രാജ്യം ആരാണ്? സ്വീഡൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നാറ്റോയുടെ പൂർണ്ണ രൂപം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. നാറ്റോ രൂപീകൃതമായ വർഷം 1949 ഏപ്രിൽ 4-നാണ്. നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോയിലെ ഔദ്യോഗിക ഭാഷകൾ ചോദിച്ചാൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. നാറ്റോയിൽ അംഗമായിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം 32 ആണ്. നാറ്റോയിൽ 2024 അംഗത്വം നേടിയ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. പഠിക്കുക. നാറ്റോയിൽ 2023 അംഗത്വം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. ഇതും കറണ്ട് അഫേഴ്സ് ആയിട്ട് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുക. നാറ്റോയിൽ 2023 അംഗത്വം നേടിയ രാജ്യം ഏതാണ്?
ഫിൻലാൻഡ് ആണ്. നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. പഠിച്ചോളനെ, നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി ചുമതലയെടുക്കാൻ പോകുന്ന വ്യക്തിത്വമാണ് മാർക്ക് റൂട്ടെ. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ ഡൗട്ട് ഉണ്ടായ ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി ചുമതലയെടുത്തിരിക്കുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് മാർക്ക് റൂട്ടെയും ഇപ്പോ കറന്റ് നമ്മുടെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. പഠിക്കുക. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി അമേരിക്കയാണ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അമേരിക്കയാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് നെതർലാൻഡ്സ് ആണ്. ഇത് രണ്ടും പഠിച്ചോളനെ. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അമേരിക്കയാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡ്സ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. നാറ്റോ 2023 അംഗത്വം നേടിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഫിൻലാൻഡ് ആണ്. നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. നാറ്റോയുടെ അടുത്ത ജനറൽ സെക്രട്ടറിയായി ചുമതലയേക്കുന്ന വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ അത് മാർക്ക് റൂട്ടെയാണ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി അമേരിക്ക. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലാൻഡ്സ് ആണ്. പഠിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരി. അതായത് ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ യോഗക്ഷേമ സഭ ആരംഭിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. സമത്വ സമാജം അയ്യങ്കാളി അല്ല, തെറ്റാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു അല്ല, തെറ്റാണ്. അപ്പൊ നമുക്കിനി പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരും അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സും പഠിക്കാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് അയ്യങ്കാളി. ആരെയാണ്? അയ്യങ്കാളിയെ പറ്റി. പുലയരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. പുലയരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. 1893 വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. 1893 വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. 1905 പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തി അയ്യങ്കാളി. 1905 പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. പഠിച്ചോളനെ. 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1912 നെടുമങ്ങാട് ചന്തലകളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം അയ്യങ്കാളിയാണ്. 1912 നെടുമങ്ങാട് ചന്തലകളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാരാണ്? അയ്യങ്കാളിയാണ്. 1915 നടന്ന പുലയ ലഹള അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഊരൂട്ടമ്പൽ ലഹള അല്ലെങ്കിൽ മറ്റൊരു പേരുമുണ്ട്, എന്താണ്? 90-ാം ആണ്ട് ലഹള എന്നിവയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. 1915 നടന്ന പുലയ ലഹള അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഊരൂട്ടമ്പൽ ലഹള അല്ലെന്നുണ്ടെങ്കിൽ 90-ാം ആണ്ട് ലഹള. ഇതിന്റെ എല്ലാം നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. 1915 നടന്ന കല്ലുമാല സമരം അഥവാ പെരിങ്ങാട് ലഹളയുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. പഠിച്ചോളനെ. 1915 നടന്ന കല്ലുമാല സമരം അഥവാ പെരിങ്ങാട് ലഹളയുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പുലയരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. 1893 വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. 1905 പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തി അയ്യങ്കാളി. 1912 നെടുമങ്ങാട് ചന്തലകളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. 1915 നടന്ന പുലയ ലഹള അഥവാ ഊരൂട്ടമ്പൽ ലഹള അഥവാ 90-ാം ആണ്ട് ലഹള എന്നിവയുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1915 തന്നെ നടന്ന കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിങ്ങാട് ലഹളയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദൻ. 1906 തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം കാരാപ്പറമ്പിൽ സ്ഥാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. 1906 തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം കാരാപ്പറമ്പിൽ സ്ഥാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. 1911 രാജ യോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ച വ്യക്തിത്വം വാഗ്ഭടാനന്ദനാണ്. 1911 രാജ യോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഗ്ഭടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 1917 ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1925 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്.
1925 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ 1927 പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. 1927 പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. 1939 യജമാനൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ അത് വാഗ്ഭടാനന്ദനാണ്. 1939 യജമാനൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. 1906 തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം കാരാപ്പറമ്പിൽ സ്ഥാപിച്ച വ്യക്തിത്വമാരാണ്? വാഗ്ഭടാനന്ദനാണ്. 1911 രാജ യോഗാനന്ദ യോഗശാല കോഴിക്കോട് സ്ഥാപിച്ച വ്യക്തിത്വം വാഗ്ഭടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 1925 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിത്വം വാഗ്ഭടാനന്ദനാണ്. 1927 പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. 1939 യജമാനൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. 1897 ആത്മോപദേശ ശതകം രചിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. 1897 ആത്മോപദേശ ശതകം രചിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. 1904 വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. 1904 വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. പഠിക്കുക. ഈ പറയുന്ന എല്ലാ പോയിന്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി പഠിക്കാം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. 1897 ആത്മോപദേശ ശതകം രചിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. 1904 വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് VT ഭട്ടതിരിപ്പാട്. ആരാണ്? VT ഭട്ടതിരിപ്പാട്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. 1921 അഹമ്മദാബാദ് INC സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. 1921 അഹമ്മദാബാദ് INC സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം എഴുതിയ വ്യക്തിത്വമാരാണ്? VT ഭട്ടതിരിപ്പാട്. 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം എഴുതിയ വ്യക്തിത്വം VT ഭട്ടതിരിപ്പാടാണ്. 1931 യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. പഠിച്ചോളനെ. 1931 യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്ര വിവാഹം പ്രചരണത്തിനായിട്ട് സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. 1970 കണ്ണീരും കിനാവും എന്ന തന്റെ ആത്മകഥ പുറത്തിറക്കിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. 1970 കണ്ണീരും കിനാവും എന്ന തന്റെ ആത്മകഥ പുറത്തിറക്കിയ നവോത്ഥാന നായകൻ ആരാണ്? അതും VT ഭട്ടതിരിപ്പാടാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. 1921 അഹമ്മദാബാദിൽ INC സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിത്വം VT ഭട്ടതിരിപ്പാട്. 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം എഴുതിയ വ്യക്തിത്വം VT ഭട്ടതിരിപ്പാട്. 1931 യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായിട്ട് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. 1970 കണ്ണീരും കിനാവും എന്ന തന്റെ ആത്മകഥ പുറത്തിറക്കിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. പഠിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ A 1 മാത്രമാണ്. അപ്പോ
ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. അതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. അപ്പോൾ നമുക്കിനി മൗണ്ട് ബാറ്റൻ പ്രഭുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. ജൂൺ 3 പദ്ധതി, ബാൽക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അതിന്റെ ഉപജ്ഞാതാവാരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. പഠിച്ചോളനെ. ജൂൺ 3 പദ്ധതി എന്നും ബാൽക്കൻ പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ പറ്റിയ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ജൂൺ 3 പദ്ധതി അല്ലെങ്കിൽ ബാൽക്കൻ പദ്ധതി അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാരം ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. പഠിക്കുക. ആറാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തതുക. ശരിയായ ഉത്തരം ഇത് ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. അതായത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 11 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി അന്റോയിനേറ്റുമാണ്. പഠിക്കുക. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിനും ധൂർത്തിനുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിനും ധൂർത്തിനുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവം അറിയപ്പെടുന്ന പേരാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിക്കുക സുഹൃത്തുക്കളെ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഒന്നുകൂടി പറയാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞതാരാണ്? ലൂയി 14 ആരാണ്? ലൂയി 14 രാജാവാണ്. ഇതിൽ PSC ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോട്ടിനകത്ത് മാത്രം ചോദിച്ചിട്ട് താഴെ പറയുന്ന ഈ പ്രസ്താവന പറഞ്ഞ രാജാവ് ആര് എന്ന് ചോദിക്കും. ഉത്തരം ലൂയി 14 വാക്കുകളാണ്. ഒന്നുകൂടി പറയാം. ഞാനാണ് രാഷ്ട്രമെന്നും രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു ചോദിച്ചാൽ അത് ലൂയി 14 വാക്കുകളാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ലൂയി 15 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി അന്റോയിനേറ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മേരി അന്റോയിനേറ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് സുഹൃത്തുക്കള്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഫ്രഞ്ച് ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിനും ധൂർത്തിനുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞതാരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി അന്റോയിനറ്റ്. ഇത് 3ഉം PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത് ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതം.
ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതവും, ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങള് ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന 3 തട്ടുകളായി വിഭജിച്ചു. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതം, ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം, അതുപോലെ ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന 3 തട്ടുകളായി തിരിച്ചതും അല്ലെങ്കിൽ വിഭജിച്ചതുമാണ് പഠിക്കുക. നമുക്കിനി നോക്കാനുള്ളതാണ് എസ്റ്റേറ്റുകൾ. എന്താ സുഹൃത്തുക്കളെ എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാല്? ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായും 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. അവയായിരുന്നു 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ് എന്ന്. ഇതിൽ 1-ാം എസ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. ഏതൊക്കെയാണ് എസ്റ്റേറ്റ്? 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ് ഇങ്ങനെയായിരുന്നു. ഇതിൽ 1-ാം എസ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പുരോഹിതന്മാരായിരുന്നു. 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആരാ സുഹൃത്തുക്കളെ? പുരോഹിതന്മാരായിരുന്നു 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ പോയിന്റും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് എല്ലാം ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. 1-ാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ധാരാളം ഭൂമി കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് ധാരാളം ഭൂമി കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നത് 1-ാം എസ്റ്റേറ്റുകാർക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരില് നികുതി പിരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആർക്ക്? 1-ാം എസ്റ്റേറ്റിലുള്ളവർക്ക്. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു 1-ാം എസ്റ്റേറ്റിലുള്ളവർ. എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു 1-ാം എസ്റ്റേറ്റിലുള്ളവർ. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് 1-ാം എസ്റ്റേറ്റുകാരായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ എല്ലാം വഹിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന ആരായിരുന്നു? 1-ാം എസ്റ്റേറ്റുകാരായിരുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എസ്റ്റേറ്റുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായിട്ട് 3 എസ്റ്റേറ്റുകളായിട്ടെന്ന് തരംതിരിച്ചിരുന്നു. ഇതിൽ 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാരായിരുന്നു. 1-ാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാല് 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ധാരാളം ഭൂപ്രദേശം അഥവാ ഭൂമികള് കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നികുതി പിരിക്കുവാനുള്ള അവകാശം 1-ാം എസ്റ്റേറ്റുകാർക്കായിരുന്നു. എല്ലാത്തരം നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന എസ്റ്റേറ്റ് വർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന പുരോഹിതന്മാരായിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ എല്ലാം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന 1-ാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് 2-ാം എസ്റ്റേറ്റിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം 2-ാം എസ്റ്റേറ്റ്. 2-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. അപ്പോ 1-ാം എസ്റ്റേറ്റിൽ ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. 2-ാം എസ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ അവിടെ ആരായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു അതിലുണ്ടായിരുന്നത്. 2-ാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സൈനിക സേവനം നിർബന്ധമായിരുന്നു. 2-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർക്ക് സൈനിക സേവനം നിർബന്ധമായിരുന്നു. കർഷകരിൽ നിന്നും മറ്റു പലതരം നികുതികൾ പിടിച്ചെടുക്കുവാനുള്ള അവകാശം 2-ാം എസ്റ്റേറ്റുകാർക്കായിരുന്നു. അപ്പൊ തിഥേ എന്ന് പറയുന്ന നികുതി ഒഴിച്ചിട്ട് ബാക്കിയുള്ള പലതരത്തിലുള്ള നികുതിയും കർഷകരിൽ നിന്നും പിരിച്ചെടുക്കുവാനുള്ള അവകാശം 2-ാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനുള്ള അവകാശം ഇവർക്കുണ്ടായിരുന്നു. 2-ാം എസ്റ്റേറ്റുകാർക്ക് വേതനം നൽകാതെ തന്നെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു 2-ാം എസ്റ്റേറ്റുകാര്. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു 2-ാം എസ്റ്റേറ്റുകാര് അഥവാ പ്രഭുക്കന്മാര്. നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു 2-ാം എസ്റ്റേറ്റുകാര്. നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു 2-ാം എസ്റ്റേറ്റുകാരും. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചവരായിരുന്നു 2-ാം എസ്റ്റേറ്റുകാര്. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുള്ളവരായിരുന്നു ഈ 2-ാം എസ്റ്റേറ്റുകാർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് 2-ാം എസ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം എസ്റ്റേറ്റിനുള്ളിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. 2-ാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ നിർബന്ധമായിട്ടും സൈനിക സേവനം നടത്തണമായിരുന്നു.
കർഷകരിൽ നിന്നും തെഥേ എന്ന് പറയുന്ന നികുതി ഒഴിച്ച് വേറെ പലതരത്തിലുള്ള നികുതിയും പിരിച്ചെടുക്കുവാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ഈ രണ്ടാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനുള്ള അവകാശം രണ്ടാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്കുണ്ടായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കിപ്പെട്ടിരുന്ന വിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഒന്നാം എസ്റ്റേറ്റുകാരും രണ്ടാം എസ്റ്റേറ്റുകാരുമായിരുന്നു. നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാരും, അതുപോലെ തന്നെ ഒന്നാം എസ്റ്റേറ്റുകാരും. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചവരായിരുന്നു ഇവർ. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു ഒന്നാം എസ്റ്റേറ്റുകാര്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് മൂന്നാം എസ്റ്റേറ്റ്. എന്താ സുഹൃത്തുക്കളെ നോക്കാനുള്ളത്? മൂന്നാം എസ്റ്റേറ്റ്. കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളനെ. കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവ അടങ്ങുന്ന മധ്യവർഗവും കർഷകരും കൈത്തറി തൊഴിലാളികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഒന്നുകൂടി പറയാം, കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അധ്യാപകന്മാര്, ബാങ്കർമാർ എന്നിവർ അടങ്ങുന്ന മധ്യവർഗവും അതിനോടൊപ്പം തന്നെ കർഷകരും കൈത്തറി തൊഴിലാളികളും ഇതിന്റെ ഭാഗമായിരുന്നു. ഏതിന്റെ? മൂന്നാം എസ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത എസ്റ്റേറ്റ് ആയിരുന്നു മൂന്നാം എസ്റ്റേറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഫ്രഞ്ച് ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത എസ്റ്റേറ്റ് ഏതായിരുന്നു ചോദിച്ചാൽ അത് മൂന്നാം എസ്റ്റേറ്റ് ആയിരുന്നു. തൈലെ എന്ന പേരിൽ ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാര്. തൈലെ എന്ന പേരില് ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാര്. താഴ്ന്ന സാമൂഹ്യ പദവി മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. താഴ്ന്ന സാമൂഹിക പദവി മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മൂന്നാം എസ്റ്റേറ്റുകാർ നികുതി നൽകണമായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മൂന്നാം എസ്റ്റേറ്റുകാർ അല്ലെങ്കിൽ കോമൺസ് നികുതി നൽകണമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൂന്നാം എസ്റ്റേറ്റുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സാധാരണഗതിയിൽ അറിയപ്പെടുന്ന പേര് കോമൺസ് എന്നായിരുന്നു. അതായത് മൂന്നാം എസ്റ്റേറ്റിലുള്ളതെല്ലാം സാധാരണ ജനങ്ങളായിരുന്നു എന്നർത്ഥം. കച്ചവടക്കാരും, എഴുത്തുകാരും, അഭിഭാഷകരും, ഉദ്യോഗസ്ഥരും, അധ്യാപകരും, ബാങ്കർമാർ എന്നിവർ അടങ്ങുന്ന മധ്യവർഗവും അതിനോടൊപ്പം തന്നെ കർഷകരും കൈത്തറി തൊഴിലാളികളും ഉണ്ടായിരുന്നു മൂന്നാം എസ്റ്റേറ്റില്. മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത എസ്റ്റേറ്റ് ആയിരുന്നു മൂന്നാം എസ്റ്റേറ്റ്. തൈലെ എന്നറിയപ്പെടുന്ന ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാര്. താഴ്ന്ന സാമൂഹ്യ പദവി മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മൂന്നാം എസ്റ്റേറ്റുകാർ നികുതി നൽകണമായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവവും ചിന്തകന്മാരും. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന മേഖലയാണ് ഫ്രഞ്ച് വിപ്ലവവും ചിന്തകന്മാരും. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് കൂടുതൽ പങ്കുവഹിച്ചവരാണ് അക്കാലത്തുണ്ടായിരുന്ന ഫ്രാൻസിലെ ചിന്തകന്മാര്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിച്ചവരാണ് അക്കാലത്ത് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ചിന്തകന്മാര്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 ചിന്തകന്മാരെ നമ്മൾ പഠിക്കണം. കാരണം ഇവരെ PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം ആ 3 ചിന്തകന്മാരെ. ആദ്യമായി പഠിക്കേണ്ടതാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തിനെതിരെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ LDCയുടെ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വോൾട്ടയറിന്റെ പ്രത്യേകത എന്തായിരുന്നു? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ചിന്തകനാണ് റൂസോ. റൂസോ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാരെന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരികളെന്ന് പ്രസ്താവിച്ച ചിന്തകനാരെന്ന് ചോദിച്ചാൽ അതും റൂസോയാണ് കേട്ടോ. അപ്പൊ റൂസോയെ കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട പോയിന്റ് എന്താ സുഹൃത്തുക്കളെ? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാര് എന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്.
ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പ്രസ്താവിച്ച ചിന്തകൻ ആരാണ്? റൂസോയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. അടുത്തതാണ് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന ചിന്തകൻ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിന്തകൻ ആരായിരുന്നു ചോദിച്ചാൽ അത് മൊണ്ടസ്ക്യൂ ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫ്രഞ്ച് വിപ്ലവവും ചിന്തകന്മാരുമാണ് നമ്മൾ നോക്കിയത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിച്ചവരായിരുന്നു ഫ്രഞ്ചിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിലുണ്ടായിരുന്ന അക്കാലത്തെ ചിന്തകന്മാര്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 ചിന്തകന്മാരെയാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വ്യക്തിത്വമാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. രണ്ടാമത്തെ വ്യക്തിത്വമാരാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ചിന്തകനാരാണ്? റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാര് എന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പ്രസ്താവിച്ച ചിന്തകൻ റൂസോയാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് മൊണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യൂ. പഠിക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ മാസം 20. പഠിച്ചോണേ. ഇപ്പോ PSC കൃത്യമായ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ മാസം 20. ഒന്നുകൂടി എടുത്ത് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ മാസം 20 ചക്രവർത്തി ലൂയി 16 വിളിച്ചു ചേർത്ത ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. ഒന്നുകൂടി പറയാം. ചക്രവർത്തിയായിട്ടുള്ള ലൂയി 16 വിളിച്ചു ചേർത്ത ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതിനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. അപ്പോ ചക്രവർത്തി ലൂയി 16 വിളിച്ചു ചേർത്ത ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാമത്തെ എസ്റ്റേറ്റുകാർ അവിടെ നിന്നും പിൻവാങ്ങുകയും അവിടുത്തെ അംഗങ്ങളെല്ലാം തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുമുണ്ട്. നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചിരുന്നു. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന് സ്വയം പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയയിൽ അംഗമാവുകയും ചെയ്തു. ഇവിടെ നിന്ന് PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഏതു പ്രദേശത്താണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് എന്നാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്താണ് അദ്ദേഹം നട്ടത്. ഒന്നുകൂടി പറയാം. പൗരനായ ടിപ്പു എന്ന് സ്വയം പേര് സ്വീകരിച്ച ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയൻ അംഗമാവുകയും ചെയ്തു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ റൂസോയാണ്. റൂസോയുടെ പ്രശസ്തമായ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഇത് രണ്ടും പഠിക്കാതെ പോവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണ്? റൂസോയാണ്. റൂസോയുടെ പ്രശസ്തമായ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. എന്താണ് സോഷ്യൽ കോൺട്രാക്ട്? പഠിക്കുക. 7-ാമത്തെ ചോദ്യം. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരിയാണ്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോദാവരിയാണ്.
നമുക്ക് ഗോദാവരിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരി നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ത്രയംബകം കുന്നുകളിൽ നിന്ന്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഗോദാവരി നദിയുടെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ത്രയംബകം കുന്നുകളിൽ നിന്നും. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയെന്നും ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നും അറിയപ്പെടുന്നത് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയെന്നും ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നും അറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വാർധ, ഇന്ദ്രാവതി, പൂർണ്ണ, പ്രാണഹിത, ശബരി. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വാർധ, ഇന്ദ്രാവതി, പൂർണ്ണ, പ്രാണഹിത, ശബരി എന്നിവ പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ത്രയംബകം കുന്നുകളിൽ നിന്നും. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയെന്നും ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നും അറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? മഞ്ചീര, പെൻഗംഗ, വാർധ, ഇന്ദ്രാവതി, പൂർണ്ണ, പ്രാണഹിത, ശബരി എന്നിവയാണ് പഠിക്കുക. നമ്മുടെ 8ാമത്തെ ചോദ്യം, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഏത് നഗരത്തിലൂടെയാണ് സുഹൃത്തുക്കളെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്? ശരിയായുള്ള ഉത്തരം ഓപ്ഷൻ ഡി, ഗ്രീൻവിച്ചിലൂടെയാണ്. അല്ലെ, നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ ഡി, ഗ്രീൻവിച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. സമയമേഖല ഒരുപാട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദ്യ സാന്നിധ്യമായിട്ടുണ്ട്. സമയമേഖല എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് സമയമേഖല എന്ന്. സമയമേഖലയിൽ നമ്മൾ ആദ്യം പഠിക്കുവാനുള്ളതാണ് ഗ്രീനിച്ച് സമയം. സമയമേഖലകളിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തീർക്കുവാനുള്ളതാണ് ഗ്രീനിച്ച് സമയം. നമുക്ക് നോക്കാം എന്താണ് ഗ്രീനിച്ച് സമയം എന്ന്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. ഇത് കടന്നു പോകുന്ന പ്രദേശം എന്ന് ചോദിച്ചാല് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെയാണ് കേട്ടോ, പഠിച്ചോളണേ. അപ്പൊ 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത് നമ്മളെ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവൻ എന്ത് പേര് ലഭിച്ചത്? ഗ്രീനിച്ച് രേഖ എന്ന പേര് ലഭിച്ചത്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പഠിച്ചോളണേ, ഈ ലോകത്ത് നമ്മുടെ എവിടെയുള്ള ഒരു സമയവും നിർണ്ണയിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗ്രീനിച്ച് രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഗ്രീനിച്ച് രേഖ. പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഏതാണ്? ഗ്രീനിച്ച് രേഖയാണ്. എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാല് നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ലോകത്തിൽ എവിടെയുള്ളതുമായ ഒരു സമയത്തിനെ നിർണ്ണയിക്കാനായിട്ട് ഗ്രീനിച്ച് രേഖ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈം മെറിഡിയൻ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഏതാണ്? ഗ്രീനിച്ച് രേഖയാണ്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് സമയം. അപ്പോ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് സമയം എന്ന്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് സമയം. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇവയെ സമയമേഖലകൾ അഥവാ ടൈം സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കല്ലേ, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 സമയ മേഖലകൾ അഥവാ ടൈം സോണുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സമയമേഖലകൾ അഥവാ ടൈം സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ടൈം സോൺ എന്ന് ചോദിച്ചാല് നമ്മുടെ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ സമയത്തെയും നമ്മൾ എന്താണ് 1 മണിക്കൂർ വീതമുള്ള സമയ വ്യത്യാസമുള്ള 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് ടൈം സോൺ അല്ലെങ്കിൽ സമയമേഖല എന്ന് പഠിക്കുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യയുടെ പൂർവ്വരേഖാംശ വ്യാപ്തി 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. ഇന്ത്യയുടെ പൂർവ്വരേഖാംശ വ്യാപ്തി എത്രയാണ്? 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയുടെ
മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 കിഴക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 കിഴക്കായുള്ള രേഖാംശ രേഖയാണ് നമ്മൾ എന്തിനായിട്ട് എടുക്കുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം നിർണ്ണയിക്കാൻ എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 83, 84, 85 ഒക്കെ എടുത്തൂടെ എന്ന. എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്? സുഹൃത്തുക്കളെ, ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞേ, ഇന്ത്യയുടെ പൂർവ്വ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഏത് മുതലാ? 68 തുടങ്ങി 97 അവസാനിക്കുന്നതാണ്. അപ്പോ 97 + 68 നമ്മൾ ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഉത്തരം എത്തും. അതായത് 82.5 കേട്ടോ. അങ്ങനെയാണ് 82.5 രേഖാംശം നമ്മൾ എടുത്തേക്കുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് കൃത്യം ഭൂമിയുടെ നടുക്കുള്ള രേഖയൊന്നും അല്ല എടുത്തു വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ രേഖാംശ വ്യാപ്തി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നും എന്താണ് കൃത്യമായിട്ട് ഒരു മധ്യത്തിലുള്ള എന്താണ് രേഖാംശമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 82.5 ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കോട്ട് പോകുന്ന രേഖയാണ്. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 കിഴക്കിനെയാണ് നമ്മൾ പൂർവ്വ രേഖാംശത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഈ രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിൽ പൊതുസമയമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോ ഈ രേഖയിൽ അല്ലെങ്കിൽ 82.5 കടന്നു പോകുന്ന നമ്മുടെ പൂർവ്വ രേഖാംശ രേഖ, പൂർവ്വഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കിഴക്കൻ ഘട്ടം. അപ്പോൾ ആ കിഴക്കൻ രേഖാംശ രേഖ അല്ലെങ്കിൽ കിഴക്ക് രേഖാംശ രേഖയുടെ സമയം, അതിനകത്ത് വരുന്ന സമയം ഏതാണോ ആ സമയമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള മിർസാപൂരിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന 82.5 രേഖാംശ രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പൊതുസമയം കണക്കാക്കിയിരിക്കുന്നത് ഏതു പ്രദേശത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലെ മിർസാപൂർ. മറക്കല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം നിർണയിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്തിനെ ആസ്പദമാക്കിയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ മിർസാപൂർ. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ മിർസാപൂർ നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മുടെ ഈ 82.5 എന്ന് പറയുന്ന നമ്മുടെ രേഖാംശ രേഖ കടന്നു പോകുന്നത് ഏത് വഴിയാണ്? ഈ പറഞ്ഞിരിക്കുന്ന മിർസാപൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ പ്രദേശത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രദേശം പിക്ക് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പൊ ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഒഡീഷയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. പഠിക്കുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരം ഉത്തരായന രേഖ. 23.5 വടക്ക്. ഇത് മൊത്തവും പഠിച്ചു വെക്കണേ സുഹൃത്തുക്കളെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരായന രേഖ. 23.5 വടക്കാണ്. ഇതിൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഡൗട്ട് ഉണ്ടാകുന്ന 2 പോയിന്റ് പറഞ്ഞു തരാം. ഒന്ന്, 23 കഴിഞ്ഞതിന് ശേഷം എത്ര ഡിഗ്രിയാണ് എന്ന് കുറച്ച് സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇനി 23.5 അറിയാമെങ്കിൽ അത് വടക്കാണോ തെക്കാണോ എന്നും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. 2 + 3 എത്രയാ സുഹൃത്തുക്കളെ? 5 ആണ്. അപ്പോ 23.5 ആണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഉത്തരായന രേഖ എത്രയാണ്? 23.5 ആണ്. ഇനി ഉത്തരായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വടക്ക് ഭാഗമാണല്ലേ. ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗം, ദക്ഷിണായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗം, അതുപോലെ പൂർവ്വഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗം, പശ്ചിമ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടിഞ്ഞാറ് ഭാഗവുമാണ്. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായന രേഖ 23.5 വടക്കാണ്. വടക്കെന്ന് പറയാൻ കാരണം ഇവിടെ ഉത്തരായന രേഖ. ഉത്തരഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് ഭാഗം. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 17. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 17 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 17. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 ആണ്. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി മാഹി നദി. പഠിച്ചോളനെ. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഹി നദിയാണ്. ഉത്തരായന രേഖയോട് ചേർന്ന് കിടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദ്. ഉത്തരായന രേഖയോട് ചേർന്ന് കിടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് ആണ്. ഇത്രയും സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 8 സംസ്ഥാനങ്ങളും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം.
ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഒന്നുകൂടി പറയാം: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി കോഡുണ്ട്. ഇത് ഒത്തിരി നാളായി PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കോഡാണ്. കോഡ് ഇത്രയേ ഉള്ളൂ: MDയും MGRും JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. MDയും MGRും JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇതിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസോറാം, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് സംസ്ഥാനം, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ സംസ്ഥാനം, അതുപോലെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാള്. ഒന്നുകൂടി പറയുവാണേ കോഡ്: MTയും MGRും JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കോഡാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര, അടുത്ത M എന്തെന്ന് ചോദിച്ചാൽ അത് മിസോറാം ആണ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, അതുപോലെ B എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം എൽനിനോ പ്രതിഭാസം. എൽനിനോ പ്രതിഭാസം കണ്ടുവരുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എൽനിനോ പ്രതിഭാസം കണ്ടുവരുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. എൽനിനോ പ്രതിഭാസം കടുത്ത വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നു. പഠിച്ചോളനെ. എൽനിനോ പ്രതിഭാസം കടുത്ത വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും തീവ്രമായ കാലാവസ്ഥയ്ക്കും കാരണമാകുന്നു. എൽനിനോ പ്രതിഭാസം കൂടുതൽ കാണപ്പെടുന്നത് പെറുവിലാണ്. പഠിക്കുക. എൽനിനോ പ്രതിഭാസം കൂടുതലായിട്ട് കാണപ്പെടുന്ന രാജ്യം പെറുവാണ്. എൽനിനോ പ്രതിഭാസം മൂലം ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. എൽനിനോ പ്രതിഭാസം സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. എൽനിനോ പ്രതിഭാസ സമയത്ത് സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുന്നു. എൽനിനോ പ്രതിഭാസത്തിലെ കടലിലെ മത്സ്യങ്ങളുടെ എണ്ണം കുറയുവാനും ഇടയാകുന്നു. ആര്? എൽനിനോ പ്രതിഭാസം. ഇതങ്ങ് പഠിച്ചു വെച്ചോളനെ. ഈ പറഞ്ഞ 4 പോയിന്റും ഇപ്പോൾ PSC എടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് പഠിക്കേണ്ടതുണ്ട്. എൽനിനോ പ്രതിഭാസം മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ വായു സംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു, സമുദ്രപ്ലവകങ്ങളുടെ അളവ് കുറയുന്നു, കടലിലെ മത്സ്യങ്ങളുടെ എണ്ണം കുറയുന്നതിനും ഇടയാകും. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എൽനിനോ പ്രതിഭാസം കണ്ടുവരുന്ന സമുദ്രം ചോദിച്ചാൽ അത് പസഫിക് സമുദ്രം. എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു. എൽനിനോ പ്രതിഭാസം കടുത്ത വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നു. എൽനിനോ പ്രതിഭാസം പ്രധാനമായും കാണപ്പെടുന്നത് പെറുവിലാണ്. എൽനിനോ പ്രതിഭാസം മൂലം ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാ? ഭൂമധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു, സമുദ്രജല പ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുന്നു, കടലിൽ മത്സ്യങ്ങളുടെ എണ്ണം കുറയുന്നതിനും എൽനിനോ പ്രതിഭാസം കാരണമാകുന്നു. പഠിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം: വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താന്നാണ്? ശരിയായ ഉത്തരം ഏതാ? ലൂ ആണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരാണ് ലൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് പ്രാദേശിക വാദങ്ങളെ പറ്റി ഒന്ന് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ. ആദ്യമായി പഠിക്കുവാനുള്ളതാണ് കാൽ ബൈശാഖി, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്റർ. എന്താണ്? കാൽ ബൈശാഖി അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്റർ. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആസാം സംസ്ഥാനങ്ങളില് വൈകുന്നേരത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് കാൽ ബൈശാഖി എന്നറിയപ്പെടുന്ന കാറ്റ് കേട്ടോ. അപ്പോ കാൽ ബൈശാഖി കാറ്റ് എന്ന് പറയുന്നത് അവന്റെ മറ്റൊരു പേരെന്താണ്? നോർവെസ്റ്റർ എന്നാണ്. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആസാം മുതലായ സംസ്ഥാനങ്ങളിലെ വൈകുന്നേരത്തെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ മറക്കരുത്, അത് കാൽ ബൈശാഖിയാണ്. അടുത്തതാണ് ലൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൂ. ഇന്ത്യയുടെ വടക്കേ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ലൂ. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ലൂ. ലൂ വീശുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഡൽഹി. പഠിച്ചോളനെ. ഇനി ഇങ്ങനെയായിരിക്കും PSC ചോദിക്കുന്നത്. ലൂ വീശുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, അതിനോടൊപ്പം ഡൽഹി എന്ന് പറയുന്ന നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലും എന്ത് വീശുന്നുണ്ട്? ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് വീശുന്നുണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ 2 നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് കാൽ ബൈശാഖി. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. എന്താ കാൽ ബൈശാഖി? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആസാം മുതലായ രാജ്യങ്ങളില് വൈകുന്നേരത്തെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കു കാരണമാകുന്ന കാറ്റുകളാണ്
കാൽ ബൈശാഖി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താണ്? നോർവെസ്റ്റർ എന്നാണ്. അടുത്തതായി നമ്മൾ പറഞ്ഞ പ്രാദേശിക വാദങ്ങളാണ്. ലൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ലൂ വീശുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ന്യൂഡൽഹി എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ. മാമ്പഴം പാകമാകുന്നതിന് സഹായിക്കുന്ന മൺസൂണിന് മുമ്പുള്ള മഴയോടുകൂടിയ കാറ്റ് അറിയപ്പെടുന്ന പേരാണ് മാംഗോ ഷവർ എന്നത്. മാമ്പഴം പാകമാകുന്നതിന് സഹായിക്കുന്ന മൺസൂണിന് മുമ്പുള്ള മഴയോടുകൂടിയ കാറ്റ് അറിയപ്പെടുന്ന പേരാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. കേരളം, കർണാടക സംസ്ഥാനങ്ങളിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. പഠിക്കുക. കേരള, കർണാടക സംസ്ഥാനങ്ങളിൽ നമ്മുടെ മൺസൂൺ മഴയ്ക്ക് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ മൺസൂൺ കാറ്റുകൾ വരുന്നതിന് തൊട്ടു മുമ്പ് ഉണ്ടാകുന്ന മഴയോടുകൂടിയ കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. മാമ്പഴം പാകമാകുന്നതിന് സഹായിക്കുന്ന കാറ്റുകൾ എന്നറിയപ്പെടുന്നത് മാംഗോ ഷവറുകളാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബ്ലോസം ഷവർ. എന്താണ് ബ്ലോസം ഷവർ? ഈ ബ്ലോസം ഷവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറി ബ്ലോസം എന്ന്. രണ്ടും ഒന്നാണ് കേട്ടോ. ബ്ലോസം ഷവർ അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറി ബ്ലോസം എന്ന്. മൺസൂണിന് മുമ്പുള്ള മഴയോടുകൂടിയ കാറ്റാണ് ബ്ലോസം ഷവർ അല്ലെങ്കിൽ ചെറി ബ്ലോസം. കാപ്പിപ്പൂക്കൾ വിരിയാൻ സഹായിക്കുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ചെറി ബ്ലോസം അല്ലെങ്കിൽ ബ്ലോസം ഷവർ ആണ്. അതുകൊണ്ടാണ് അതിന് ചെറി ബ്ലോസം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോ മൺസൂൺ മുമ്പുള്ള മഴയോടുകൂടിയ കാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോസം ഷവർ ആണ്. അതുപോലെ തന്നെ കാപ്പിപ്പൂക്കൾ വിരിയാൻ സഹായിക്കുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്ലോസം ഷവർ ആണ്. ഈ കാപ്പിപ്പൂക്കൾ വിരിയാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇവനെ ചെറി ബ്ലോസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ വീശുന്ന കാറ്റാണ് ചെറി ബ്ലോസം അല്ലെങ്കിൽ ബ്ലോസം ഷവർ. പഠിച്ചോളെ. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ വീശുന്ന കാറ്റാണ് ചെറി ബ്ലോസം അല്ലെങ്കിൽ ബ്ലോസം ഷവർ എന്ന് പറയുന്നത്. പഠിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തൃശൂർ ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശൂർ ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏതാണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും പഠിക്കാം. കുതിരാൻ തുരങ്കം. ഒത്തിരി യൂട്യൂബ് വീഡിയോസിലൊക്കെ വന്നിട്ടുള്ളതാണ് കുതിരാൻ തുരങ്കം. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് കുതിരാൻ തുരങ്കം. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് കുതിരാൻ തുരങ്കം. ദക്ഷിണേഷ്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കപാത എന്നറിയപ്പെടുന്നതും ആരാണ്? കുതിരാൻ തുരങ്കമാണ്. 2 പോയിന്റും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് കുതിരാൻ തുരങ്കം. ദക്ഷിണേന്ത്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കപാത എന്നറിയപ്പെടുന്നത് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കത്തിന്റെ നീളം 945 മീറ്റർ. കുതിരാൻ തുരങ്കത്തിന്റെ നീളം എത്രയാണ്? 945 മീറ്റർ ആണ്. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത NH 544 ആണ്. അതായത് നമ്മുടെ കൊച്ചിയെയും സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേയിലെ ആ NH 544 ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. മറക്കല്ലേ. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. കുതിരാൻ തുരങ്കത്തിന്റെ ആദ്യ ടണൽ തുറന്നു കൊടുത്തത് 2021 ജൂലൈ 31-നാണ്. കുതിരാൻ തുരങ്കത്തിന്റെ ആദ്യ ടണൽ തുറന്നു കൊടുത്തത് എന്ന 2021 ജൂലൈ 31-നാണ്. കുതിരാൻ തുരങ്കത്തിന്റെ രണ്ടാം ടണൽ തുറന്നു കൊടുത്തത് 2022 ജനുവരി 20-നാണ്. കുതിരാൻ തുരങ്കത്തിന്റെ രണ്ടാം ടണൽ തുറന്നു കൊടുത്തത് എന്ന 2022 ജനുവരി 20-നാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. കുതിരാൻ തുരങ്കത്തെ പറ്റി PSC ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും നമ്മൾ പഠിക്കണം. ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് കുതിരാൻ തുരങ്കം. ദക്ഷിണേന്ത്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കപാത എന്നറിയപ്പെടുന്നത് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കത്തിന്റെ നീളം 945 മീറ്റർ. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത NH 544. ഇത് കൊച്ചിയെയും സേലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. കുതിരാൻ തുരങ്കത്തിന്റെ ആദ്യ ടണൽ തുറന്നു കൊടുത്തത് 2021 ജൂലൈ 31-ന്. കുതിരാൻ തുരങ്കത്തിന്റെ രണ്ടാം ടണൽ തുറന്നു കൊടുത്തത് 2022 ജനുവരി 20-നാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള തുരങ്കത്തെ പറ്റിയാണ്. അതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം. ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം. അപ്പൊ അതുകൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന പുതിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് മേപ്പാടി തുരങ്കം. താമരശ്ശേരി ചുരത്തിന് ബദലായിട്ട് നിർമ്മിക്കുന്ന പുതിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് മേപ്പാടി തുരങ്കം. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത എന്നറിയപ്പെടാൻ പോകുന്നത് മേപ്പാടി തുരങ്കമാണ്. അല്ലെങ്കിൽ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കമാണ്. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ
കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം എന്നറിയപ്പെടുന്നത് നമ്മുടെ മേപ്പാടി തുരങ്കമാണ്. തുരങ്കവും ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ്. പഠിച്ചോളെ, മേപ്പാടി തുരങ്കം ആരൊക്കെയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ്. തുരങ്കത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6.91 കിലോമീറ്റർ ആണ്. പഠിച്ചോളെ, അതായത് പദ്ധതി പ്രകാരം നമ്മുടെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം എത്ര കിലോമീറ്റർ ദൈർഘ്യം? 6.91 കിലോമീറ്റർ ആണ് ദൈർഘ്യം. തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2020 ഒക്ടോബർ 5-നായിരുന്നു. തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2020 ഒക്ടോബർ 5-നായിരുന്നു. അതായത് വേറൊന്നുമില്ല, തുരങ്കം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ. നിർമ്മാണ ചുമതല വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. അതുകൊണ്ടൊന്ന് പഠിച്ചോളെ, നമ്മുടെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് ആരാണ്? കൊങ്കൺ റെയിൽവേ ആണ്. ഒന്നുകൂടി പറയാം, ഇപ്പോൾ പദ്ധതിയിലിരിക്കുന്ന അല്ലെങ്കിൽ പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തുരങ്കമാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം. താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന പുതിയ തുരങ്കപാത എന്നറിയപ്പെടുന്നത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കം. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത എന്നറിയപ്പെടാൻ പോകുന്നത് ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കമാണ്. തുരങ്കം ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ്? കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ്. തുരങ്കത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6.91 കിലോമീറ്റർ ആണ്. തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2020 ഒക്ടോബർ 5-നാണ്. നിർമ്മാണ ചുമതല വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞത്. മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നതാണ് സുഹൃത്തുക്കളെ. പാർട്ടുകളായി നിങ്ങൾ എത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് മുഴുവനും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൺഫ്യൂഷനും അതിനോടൊപ്പം തന്നെ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നല്ല ഡീപ്പായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു പോകാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കളാർക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.